സകല രാഷ്ട്രീയ മര്യാദകളിൽ ലംഘിച്ച ഒരു രാജ്യം ഏകപക്ഷീയമായി യുദ്ധം പ്രഖ്യാപിക്കുന്നു. രാജ്യാന്തര സമാധാന സംഘടനകളും ഐക്യരാഷ്ട്രസഭയും മറ്റു ലോകരാജ്യങ്ങളും ഒക്കെ നോക്കി നിൽക്കെ അവരുടെ സൈന്യം മറ്റൊരു പരമാധികാര രാജ്യത്തേക്ക് ഇരച്ചു കയറുന്നു. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം യൂറോപ്പ് കണ്ട ഏറ്റവും വലിയ മനുഷ്യക്കുരുതി എന്ന മേലപ്പുമായി ആ യുദ്ധം 4 വർഷം തികയ്ക്കുന്നു. നാശം, നഷ്ടം, മരണം, ആഭ്യന്തര അന്തർദേശീയ അഭയാർത്ഥികൾ, ഇരുപക്ഷത്തിനും നഷ്ടങ്ങളുടെ കണക്ക് മാത്രം. എന്ന് അവസാനിക്കും റഷ്യ യുക്രൈൻ യുദ്ധം. യുക്രൈൻ അതിർത്തിയിൽ റഷ്യ വൻ സൈനിക വിന്യാസം നടത്തുന്നതായുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത് 2021 അവസാനത്തോടെയാണ്. യുക്രൈൻ അധിനിവേശനത്തിന് മുന്നോടിയായുള്ള പടനീക്കമെന്നായിരുന്നു റഷ്യൻ നടപടിയെ പാശ്ചാത്യ മാധ്യമങ്ങൾ അന്ന് വിലയിരുത്തി. 2022 ജനുവരിയിൽ റഷ്യൻ സൈന്യം യുക്രൈനെ ആക്രമിച്ചേക്കുമെന്ന US രഹസ്യാന്വേഷണ വിഭാഗം റിപ്പോർട്ടുകളെ ഉദ്ധരിച്ചായിരുന്നു റിപ്പോർട്ടുകൾ. റഷ്യ വലിയ തോതിലുള്ള ആക്രമണത്തിനാണ് പദ്ധതിയിട്ടിരിക്കുന്നതെന്ന് USഉം പ്രതികരിച്ചു. യുക്രൈനെ ആക്രമിക്കാനൊരുങ്ങുന്ന ആരോപണങ്ങൾ പുടിൻ ആദ്യമേ നിഷേധിച്ചു. സ്വന്തം മണ്ണിൽ സൈന്യത്തെ വിന്യസിക്കാനും സ്ഥലം മാറ്റാനും ഒക്കെയുള്ള അവകാശത്തെക്കുറിച്ചായിരുന്നു റഷ്യയുടെ വാദങ്ങൾ. ഇതിനൊപ്പം റഷ്യ യുക്രൈൻ അതിർത്തി വിഷയത്തിൽ US നേതൃത്വത്തിലുള്ള നാറ്റോ സഖ്യത്തിന്റെ ഇടപെടലിനെ കുറിച്ചുള്ള അതൃപ്തിയും പുടിൻ ബൈഡനെ അറിയിച്ചു. 2022 ഫെബ്രുവരി 24 പുലർച്ചെയായിരുന്നു പുടിന്റെ യുദ്ധപ്രഖ്യാപനം. യുക്രൈനിൽ റഷ്യൻ സൈന്യം പ്രത്യേക ഓപ്പറേഷൻ നടത്തുമെന്നായിരുന്നു പുടിൻ അറിയിച്ചത്. മേഖലയിലെ വിമത സംഘങ്ങൾ യുക്രൈനിൽ നിന്നുള്ള ആക്രമണം പ്രതിരോധിക്കാൻ സഹായം തേടിയിരുന്നു. അതനുസരിച്ചുള്ള സൈനിക നടപടിയാണിത്. യുക്രൈൻ സൈന്യം ചെറുത്തുനിൽപ്പിന് മുതിരരുത്, ആയുധം വെച്ച് കീഴടങ്ങണം. രക്തച്ചൊരിച്ചിലുണ്ടായാൽ അതിന്റെ ഉത്തരവാദിത്വം യുക്രൈനും സഖ്യത്തിനുമായിരിക്കും. റഷ്യൻ സൈനിക നടപടിയിൽ ഏതെങ്കിലും രാജ്യം ഇടപെട്ടാൽ ഇതുവരെ കാണാത്ത തരത്തിലുള്ള പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്നും പുടിൻ മുന്നറിയിപ്പ് നൽകി. അതിർത്തിയിൽ റഷ്യ നടത്തിയ അധിക സേനാ വിന്യാസത്തെ തുടർന്നുള്ള യുക്രൈൻ പ്രതിസന്ധി ചർച്ച ചെയ്യാൻ UN രക്ഷാസമിതി യോഗം ചേരുമ്പോഴായിരുന്നു പുടിന്റെ യുദ്ധപ്രഖ്യാപനം. പിന്നാലെ യുക്രൈൻ മിസൈൽ ആക്രമണങ്ങൾക്ക് സാക്ഷിയായി. ദിവസങ്ങൾക്കുള്ളിൽ സൈനിക നടപടി സമ്പൂർണ്ണ യുദ്ധമായി മാറി. 1945 ശേഷം യൂറോപ്പ് കണ്ട ഏറ്റവും വലിയ സൈനിക നീക്കമായിരുന്നു റഷ്യ നടത്തിയത്. മിന്നലാക്രമണത്തിലൂടെ ആദ്യ ആഴ്ചയിൽ തന്നെ യുക്രൈനെ കീഴടക്കാമെന്നായിരുന്നു റഷ്യയുടെ കണക്കുകൂട്ടൽ. എന്നാൽ പ്രതീക്ഷിച്ച മുന്നേറ്റം സാധ്യമാകാതെ വന്നതോടെ റഷ്യ കര, നാവിക, വ്യോമ ആക്രമണങ്ങൾ കടുപ്പിച്ചു. പീരങ്കികളും മിസൈലുകളും ഉപയോഗിച്ച് നഗരങ്ങളിൽ ബോംബാക്രമണങ്ങൾ നടത്തി. പാർപ്പിടങ്ങൾ, സ്കൂളുകൾ, കോളേജുകൾ, ആശുപത്രികൾ, ആരാധനാലയങ്ങൾ എന്നിങ്ങനെ ജനവാസ മേഖലകളിൽ ഉൾപ്പെടെ ആക്രമണം കനത്തു. എന്നാൽ സൈന്യത്തിനൊപ്പം സാധാരണക്കാർക്കും യുദ്ധത്തിൽ പങ്കെടുക്കാൻ അവസരം അനുവദിച്ചുകൊണ്ട് യുക്രൈൻ പ്രസിഡന്റ് വൊളോഡിമിർ സെലൻസ്കി ചെറുത്തുനിൽപ്പ് ശക്തിപ്പെടുത്തി. USഉം UKയും യൂറോപ്യൻ രാജ്യങ്ങളും ആയുധങ്ങൾ ലഭ്യമാക്കിയതോടെ യുക്രൈൻ സൈന്യം റഷ്യൻ സൈന്യത്തിന്റെ കണക്കൂട്ടലുകൾ തിരിച്ചു. അപ്രതീക്ഷിത തിരിച്ചടി നേരിട്ടതോടെ റഷ്യയുടെ നീക്കങ്ങൾ പാടി. കീവ് വളഞ്ഞ ആക്രമണം നടത്തിയിട്ടും യുക്രൈൻ പ്രതിരോധം മറികടന്ന് നിയന്ത്രണം പിടിക്കാൻ റഷ്യയ്ക്ക് കഴിഞ്ഞില്ല. യുക്രൈൻ തലസ്ഥാനമായ കീവ് ഉൾപ്പെടെ സുപ്രധാന നഗരങ്ങൾ വേഗത്തിൽ പിടിച്ചെടുക്കാമെന്ന റഷ്യയുടെ ധാരണകൾ പൊളിഞ്ഞു വീണു. കീവ് പിടിച്ചെടുത്ത് ജനാധിപത്യ സർക്കാരിനെ അട്ടിമറിച്ചുകൊണ്ട് തങ്ങളുടെ അധികാരം സ്ഥാപിക്കാമെന്ന പുടിന്റെ കണക്കൂട്ടലുകൾ പാടെ തെറ്റിപ്പോയി. 2022 മാർച്ചിൽ 5 ആഴ്ചക്കിടെ 1,15,000 ചതുരശ്ര കിലോമീറ്ററാണ് റഷ്യൻ സൈന്യം കീഴടക്കിയത്. എന്നാൽ തൊട്ടടുത്ത മാസം 35,000 ചതുരശ്ര കിലോമീറ്റർ യുക്രൈൻ തിരിച്ചുപിടിച്ചു. നവംബർ ആകുമ്പോഴേക്കും മൊത്തം 75,000 ചതുരശ്ര കിലോമീറ്റർ യുക്രൈൻ സൈന്യം തിരിച്ചുപിടിച്ചു. 2024 3,604 ചതുരശ്ര കിലോമീറ്ററാണ് റഷ്യൻ സൈന്യം കൈയടക്കിയത്. 2025 ആയപ്പോൾ അത് 4,831 ചതുരശ്ര കിലോമീറ്ററായി കൂടി. ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ദി സ്റ്റഡി ഓഫ് വാർ കണക്ക് പ്രകാരം 2022 യുക്രൈന്റെ 26% ഭൂമി റഷ്യ പിടിച്ചടക്കിയിരുന്നു. എന്നാൽ 2025 പിന്നിടുമ്പോൾ 19% മാത്രമാണ് റഷ്യയുടെ നിയന്ത്രണത്തിലുള്ളത്. അതാകട്ടെ 2014 അധിനിവേശത്തിൽ പിടിച്ചെടുത്ത കിഴക്കൻ യുക്രൈനും ക്രിമിയ പ്രവിശ്യയും ഉൾപ്പെടെയാണ്. വലിയ മുന്നേറ്റമുണ്ടാക്കിയെന്ന റഷ്യൻ അവകാശവാദങ്ങളെല്ലാം തെറ്റാണെന്ന് അടിവരയിടുന്നതാണ് റിപ്പോർട്ട്. സെന്റർ ഫോർ സ്ട്രാറ്റജിക് ആൻഡ് ഇന്റർനാഷണൽ സ്റ്റഡീസ് റിപ്പോർട്ട് പ്രകാരം 2022 ഫെബ്രുവരി മുതൽ 2025 ജനുവരി വരെ ഇരുപക്ഷത്തു നിന്നും 18 ലക്ഷം സൈനികർ കൊല്ലപ്പെടുകയോ പരിക്കേൽക്കുകയോ കാണാതാവുകയോ ചെയ്തിട്ടുണ്ട്. മൊത്തം 12 ലക്ഷം പേരാണ് കൊല്ലപ്പെടുകയോ പരിക്കേൽക്കുകയോ കാണാതാവുകയോ ചെയ്തിട്ടുള്ളത്. 3,25,000 സൈനികർ കൊല്ലപ്പെട്ടിട്ടുമുണ്ട്. യുക്രൈന് 5 ലക്ഷത്തിനും 6 ലക്ഷത്തിനും ഇടയിൽ അത്യാഹിതം സംഭവിച്ചിട്ടുണ്ട്. 1 ലക്ഷം മുതൽ 1,40,000 വരെ സൈനികരെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. സംയുക്ത സേനാ മുന്നേറ്റം ഫലപ്രദമായി നടപ്പാക്കുന്നതിൽ സംഭവിച്ച പാളിച്ചയും അപ്രതീക്ഷിത തിരിച്ചടികളും യുക്രൈൻ പ്രതിരോധം മനസ്സിലാക്കാൻ നടത്തിയ യുദ്ധതന്ത്രങ്ങളുമാണ് റഷ്യൻ സൈന്യത്തിന് തിരിച്ചടിയായതെന്നാണ് വിലയിരുത്തൽ. UN കണക്ക് പ്രകാരം യുക്രൈനിൽ 15,000-ലധികം പേർ കൊല്ലപ്പെടുകയും ഏകദേശം 41,000 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. റഷ്യയിലെ സ്ഥിതിയോ റഷ്യൻ സൈന്യത്തിന്റെ നിയന്ത്രണത്തിലുള്ള യുക്രൈൻ മേഖലകളിലെ സ്ഥിതിയോ സംബന്ധിച്ച വ്യക്തമായ വിവരങ്ങൾ ഇപ്പോഴും ലഭ്യമല്ല. ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ മൈഗ്രേഷൻ റിപ്പോർട്ട് പ്രകാരം
യുദ്ധത്തെ തുടർന്ന് 37 ലക്ഷം പേരാണ് യുക്രൈനിൽ ആഭ്യന്തരമായി ചിതറപ്പെട്ടത്. 53 ലക്ഷം പേർ മറ്റ് രാജ്യങ്ങളിലേക്ക് കുടിയേറി. കുട്ടികൾ ഉൾപ്പെടെ നിരവധി പേരാണ് കാണാതായവരുടെ പട്ടികയിലുള്ളത്. സാമ്പത്തിക രാഷ്ട്രീയ കാരണങ്ങളാൽ റഷ്യയിൽ നിന്ന് 5 ലക്ഷം മുതൽ 10 ലക്ഷം വരെ ആളുകൾ പലായനം ചെയ്തതാണ് കണക്ക്. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ഏതെങ്കിലും ഒരു യുദ്ധത്തിൽ ഇത്രയും അത്യാഹിതങ്ങൾ സംഭവിച്ചിട്ടില്ല എന്നതാണ് ചരിത്രം. റഷ്യയും യുക്രൈനും തമ്മിൽ നിരവധി തവണ നയതന്ത്ര ചർച്ചകൾ നടത്തിയെങ്കിലും യുദ്ധത്തിന് അവസാനമായിട്ടില്ല. US പ്രസിഡന്റ് ട്രംപിന്റെ മധ്യസ്ഥതയിലും ഇസ്താംബുളിലുമൊക്കെ പലതവണ ചർച്ചകൾ നടന്നു. പിന്മാറാൻ റഷ്യയും കീഴടങ്ങാൻ യുക്രൈനും തയ്യാറാകാതിരുന്നതോടെ യുദ്ധം 4 വർഷം പൂർത്തിയാക്കി. സമാധാന സാധ്യതകൾ തെളിഞ്ഞും മങ്ങിയും നിലനിൽക്കുന്നതല്ലാതെ പരിഹാരം ഇനിയുമായില്ല. പിടിച്ചെടുത്ത മേഖലകൾ വിട്ടുതരണമെന്നാണ് റഷ്യയുടെ പ്രധാന ആവശ്യം. യുക്രൈന് നാറ്റോ അംഗത്വം നൽകരുതെന്ന ആവശ്യവും റഷ്യ ആവർത്തിക്കുന്നുണ്ട്. ആരുടെയും നിയന്ത്രണമില്ലാത്ത പരമാധികാര രാഷ്ട്രം എന്നതാണ് യുക്രൈന്റെ ന്യായമായ ആവശ്യം. താൽക്കാലിക കരാറുകൾ ലംഘിക്കപ്പെടുന്ന സാഹചര്യത്തിൽ ശാശ്വത പരിഹാരം വേണമെന്നാണ് വ്ളോഡിമിർ സെലൻസ്കിയുടെ ആവശ്യം. യുദ്ധം സാമ്പത്തികമായും രാഷ്ട്രീയമായും ഇരു രാഷ്ട്രങ്ങളെയും ഉലച്ചിട്ടുണ്ട്. മരണനിരക്കും അഭയാർത്ഥികളുടെ എണ്ണവും ഒക്കെ കൂടുകയുമാണ്. എന്നിട്ടും യുദ്ധം എപ്പോൾ അവസാനിക്കുമെന്ന ചോദ്യത്തിന് മാത്രം ഇതുവരെ ഉത്തരമായിട്ടില്ല.